മലയാള സിനിമയിൽ ലൈംഗിക അതിക്രമവും ലഹരി ഉപയോഗവും ഉണ്ടെന്ന് സംബന്ധിച്ച് ഫെഫ്ക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചവരുടെയും പവർ ഗ്രൂപ്പിൽപ്പെട്ടവരുടെയും പേരുകൾ പുറത്തുവിടണമെന്നും ഫെഫ്ക ആവശ്യപ്പെട്ടു. ഇതിനിടെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഫെഫ്കയുടേത്. വിവരശേഖരണത്തിനായി WCCയെ ഹേമ കമ്മിറ്റി വിശദമായി കണ്ടപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന, അമ്മ, ഫെഫ്ക അംഗങ്ങൾ എന്നിവയിലെ സ്ത്രീകളെ ഒഴിവാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച 15-അംഗ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകളും പുറത്തുവരണം. 15-അംഗ പവർ ഗ്രൂപ്പും മാഫിയയും എന്നത് സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തതാണെന്നും ബി ഉണ്ണികൃഷ്ണൻ. ഈ 15-അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. 15 അംഗങ്ങളെയും ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പേര് പുറത്തു വന്നില്ലെങ്കിലും ഈ 15-അംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തു വരണം. സിനിമയിൽ ലൈംഗികാതിക്രമം ഉണ്ടെന്നത് വാസ്തവമാണ്. ലൈംഗികാതിക്രമം തുറന്നു പറയാൻ തയ്യാറായതിൽ WCCക്ക് നിർണായക പങ്കുണ്ട്. സിനിമാ സെറ്റുകളിൽ രാസലഹരി അടക്കം വ്യാപകമാണെന്നും ബി ഉണ്ണികൃഷ്ണൻ. വലിയ രീതിയിൽ രാസലഹരി, ആൽക്കഹോൾ അല്ലാത്ത ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് സെറ്റിലെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയാണ് എന്ന് സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അത് തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേടണം. സിനിമയിൽ നിന്നും WCC അംഗങ്ങളെ വിലക്കിയെന്ന നടി പാർവതി തിരുവോത്തിന്റെ ആരോപണം തെറ്റാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതായി ഫെഫ്ക ഭാരവാഹികൾ അവകാശപ്പെട്ടു. ക്യാരവാനിൽ രഹസ്യ ക്യാമറയെന്ന നടി രാധികയുടെ ആരോപണവും ഫെഫ്ക തള്ളി. ഞങ്ങൾ സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. പല അടരുകളുള്ള സങ്കീർണതയാണ് അതിനുള്ളത്. ഇതിനിടെ നയരൂപീകരണ സമിതി യോഗത്തിലെ അംഗത്വം ഒഴിഞ്ഞെന്ന് ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു. സർക്കാരിനെ തീരുമാനം അറിയിക്കുകയും ചെയ്തു. 24 കൊച്ചി.